നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്നും അതിൻ്റെ എല്ലാം അടിത്തറ എങ്ങനെയൊക്കെയാണെന്നും എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും ചരിത്രം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട്. ആ ചരിത്രത്തിന് കേരളത്തിലും ഈ രാജ്യത്തും എല്ലാ നൂറ്റാണ്ടിലും പ്രസക്തിയുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനങ്ങളും അവ കടന്നു വന്ന കാലയളവും ആ കാലയളവിൽ ആ സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും നിലവിലെ സാഹചര്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വ്യത്യാസമില്ലാതെ അവർ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ ജനപക്ഷ പ്രവർത്തനങ്ങളും യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തപ്പെടേണ്ടത് ഒന്നാണ്. അതേ രീതിയിലുള്ള ഒരേ രീതിയിലുള്ള പാറ്റേണിലാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ട ഒരു യുവജന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് വിമർശിക്കാം, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ശൈലികളെ നമുക്ക് വിമർശിക്കാം, വ്യക്തികളെ വിമർശിക്കാം. പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും അതിൻ്റെ ഭാരവാഹികളെയും അടക്കം ഉൾപ്പെടുന്ന രീതിയിൽ ആ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി ചില ആളുകളുടെ ഭാഗത്തു നിന്നും ചില മേഖലകളിൽ നിന്നും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണം നമ്മൾ കാണാൻ. ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെയും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജന പ്രസ്ഥാനങ്ങളെയും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെയോ ആ ഒരു മേഖലയെ തന്നെ മലീമസമാക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നു എന്നതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ ചില ആളുകളെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ KSUവിനും വളരെ സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. 50കളിൽ കേരളത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാഗമായി ചേരാനായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് താല്പര്യമെങ്കിൽ അത് 59 ശേഷം അത് KSUവിൻ്റെ ഭാഗമായി മാറുന്നതിനും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുന്നതിനും ആ യുവാക്കളെയും കുട്ടികളെയും കൊണ്ടുചെന്നെത്തിക്കുവാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ 19 വയസ്സ് പ്രായമുള്ള വയലാർ രവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഒപ്പം നിന്ന് പോരാടിയ മറ്റ് നേതാക്കൾക്കും കഴിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ ചിന്തിക്കുക, 57 ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭരണകാലത്താണ്